ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യൻ. ഇന്ന് റസൽമേനിയ 41ന്റെ ഡേ 1 ആണ്, നൈറ്റ് 1 ആണ്. അപ്പോൾ ഈ റസൽമേനിയനോട് അനുബന്ധിച്ച് ഞാനൊരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഈ മാച്ച് കാർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏകദേശം കുറച്ച് മാച്ചുകളൊക്കെ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജെ യൂസോ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട്, ഈറ്റ്. അപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി നമുക്ക് നൈറ്റ് 1 ഉണ്ട്. അപ്പോൾ ഇതുവരെയും ഞാൻ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അതുപോലെ തന്നെ പോകുമെന്ന് വിചാരിക്കാം. കുറെ നേരം കൂടി ഇത് ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ എന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കേരളയിൽ നിന്ന് ഗ്രാൻഡ് കേരള അല്ല എൻ്റെ വീഡിയോയിൽ നിന്ന് വാങ്ങിച്ച കേക്ക് കുറച്ച് റൂമിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അഥവാ വിശക്കുകയാണെങ്കിൽ ഇത് കഴിക്കാം. അപ്പം ഇനി ബാക്കി മത്സരങ്ങൾ കാണണം. അതിൻ്റെ ഇടയിൽ പറ്റുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലൈവ് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും, എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. എൻ്റെ വീഡിയോയിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ റസൽമേനിയ 41ന്റെ പ്രഡിക്ഷൻ വീഡിയോ ഇതുവരെ ഏറ്റവും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതും കാണുക. നമ്മുടെ ചാനലിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു റസൽമേനിയ നൈറ്റ് 2. ഗായ്സ്, അങ്ങനെ നമ്മൾ റസൽമേനിയയുടെ രണ്ടാമത്തെ നൈറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മാച്ചുകളുടെ ഒക്കെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാതും ഞാൻ പറഞ്ഞതുപോലെയാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ആ പ്രഡിക്ഷൻ വീഡിയോ കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്ന് പുറത്തേക്ക് പോക്കുന്ന പരിപാടിയൊന്നും നടന്നില്ല. അത് കാരണം അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ വീണ്ടും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ നൈറ്റ് 2 കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം റസൽമേനിയ നൈറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഥവാ വിശന്നാലോ എന്ന് കരുതി കുറച്ച് ലഘു ഭക്ഷണം കൂടെ വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു 3-4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ജോൺസിനെ ജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് റസൽമേനിയ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വീഡിയോ തുടർന്നും കാണുക. ഗായ്സ്, അങ്ങനെ റസൽമേനിയ നൈറ്റ് 2 കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുപോലെ തന്നെ ജോൺസിന ചാമ്പ്യൻ ആയിട്ടുണ്ട്. അങ്ങനെ ആ റെക്കോർഡ് ജോൺസിനയുടെ പേരിലായി. അതായത് ഏറ്റവും കൂടുതൽ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന റെക്കോർഡാണ് ഇപ്പോൾ ജോൺസിനയുടെ പേരിലുള്ളത്. അതായത് 17 പ്രാവശ്യമാണ് ജോൺസിന വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. എൻ്റെ ഈ പ്രഡിക്ഷനിൽ ആകെ ഒരു 2 തെറ്റിയിട്ടുള്ളൂ, 2-3 തെറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇനി നാളെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടി എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കാണുന്നത് ഒരു ആപ്പിളിൻ്റെ മരമാണ്. ഞാൻ നടന്നു മുമ്പ് കണ്ടില്ലേ? ശ്രദ്ധിച്ച് നോക്കിയ കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ പൂക്കൾ കാണാൻ പറ്റും. ഇതാണ് ആപ്പിളിൻ്റെ പൂവ്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്? അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഇറങ്ങിയത്. ലിഡിലേക്കാണ് ഒന്ന് പോകുന്നത്. ഇന്ന് 8 മണി വരെയുള്ളൂ കടകളൊക്കെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ്. എന്നാലും നല്ല വെളിച്ചമുണ്ട്. കണ്ടോ? നല്ലപോലെ വെളിച്ചമുണ്ട്. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇന്നൊരു രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. പക്ഷേ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നാളെ തൊട്ടിട്ട് കുറച്ച് ദിവസം ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് ഇന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത്. ഗൈസ്, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. ലിഡിൽ ചെന്നപ്പോൾ ലിഡിൽ അടച്ച്. അവിടെ 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലിഡിയും ഇന്ന് 8 മണിയാകുമ്പോൾ അടച്ചു. ഇപ്പോൾ സമയം 8 മണിയായി. 8 മണിക്ക് എൽഡി അടയ്ക്കുന്നു പറഞ്ഞ കാരണം നേരത്തെ പോയി. ഇന്ന് ഈസ്റ്റർ മൺഡേ ആയ കാരണം കുറേയൊക്കെ നേരത്തെ അടയ്ക്കും. അപ്പോൾ
നല്ലൊരു മഴക്കോളുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുണ്ട്. അപ്പോൾ മഴ കനക്കുന്നതിനേക്കാൾ മുന്നേ റൂമിലെത്താൻ നോക്കാം. ഗായ്സ്, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.